തൃശ്ശൂർ ആരെടുക്കും? നമ്മൾ കഴിഞ്ഞ ഒരു മാസത്തിലധികമായി, ഏതാണ്ട് ഒന്നര മാസമായി. ഒന്നര മാസം എന്ന് പറഞ്ഞ പോലെ അതിനു മുൻപ് തന്നെ തുടങ്ങിയ വാദപ്രതിവാദങ്ങളാണ് തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച്. മൂന്ന് മുന്നണികളും കൃത്യമായ അവകാശവാദത്തിലായിരുന്നു. ഏറ്റവും ഒടുവിൽ TN പ്രതാപൻ മാറി കെ മുരളീധരൻ കൂടി മത്സര രംഗത്ത് വന്ന് മത്സരം കൂടുതൽ ശക്തമായി എന്നൊക്കെയാണ് ക്യാമ്പുകളുടെ, വിവിധ UDF, LDF, BJP ക്യാമ്പുകളുടെ വിലയിരുത്തൽ. എന്തായാലും തൃശ്ശൂരിൽ മികച്ച പോളിംഗ് തന്നെ നടന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ ആ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട ഓരോ മണ്ഡലത്തിലെയും ആദ്യം നമ്മൾ ശതമാനക്കണക്കിലേക്കുമൊക്കെ ഒന്ന് പോവുകയാണ്. ഒരു കാര്യം പറയട്ടെ, 2019 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1,00,000-അടുത്ത് വോട്ടുകൾക്കായിരുന്നു TN പ്രതാപൻ ജയിച്ചത്. അന്ന് 4,15,000 വോട്ട് നേടിയാണ് TN പ്രതാപൻ ജയിച്ചത്. 3,21,000 പരം വോട്ടുകൾ രാജാജി മാത്യു തോമസ് എന്ന CPI സ്ഥാനാർത്ഥി നേടി. 2,93,000 വോട്ടാണ് സുരേഷ് ഗോപി നേടിയത്. അതായത് കേവലം 15 ദിവസത്തോളം മാത്രമാണ് സുരേഷ് ഗോപി അവിടെ പ്രചരണത്തിനുണ്ടായിരുന്നത്. അതിനു മുൻപ് തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു തൃശ്ശൂർ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചിരുന്നത്. എന്തായാലും അതായിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണ അങ്ങനെ ഏതാണ്ട് ഒരു 28,000 വോട്ട് അധികമായി ഇത്തവണ പോള് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് ആകെയുള്ള 14 ലക്ഷത്തിൽ പരം വോട്ടർമാരിൽ 10,70,70,825 പേർ വോട്ട് രേഖപ്പെടുത്തി. ചുരുക്കത്തിൽ ഒരു 28,000 വോട്ട് കഴിഞ്ഞ തവണത്തെക്കാൾ രേഖപ്പെടുത്തി എന്ന് പറയേണ്ടി വരും. പോളിംഗ് ശതമാനം നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ശതമാനക്കണക്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് 76% പുതുക്കാടാണ്. അവിടെ 1,56,528 പേർ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട 73, നാട്ടിക 72.15, തൃശ്ശൂരിൽ 69.67, ഒല്ലൂരിൽ 73.25, മണലൂർ 71.40, ഗുരുവായൂർ 69.46. ഇതാണ് വിവിധ നിയമസഭാ നിയോജക മണ്ഡലങ്ങളുടെ ഇത്തവണത്തെ പോളിംഗ് ശതമാന കണക്കുകൾ എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് ഏറ്റവും കൂടുതൽ പോൾ ചെയ്യപ്പെട്ട വോട്ട് മണലൂരിലാണ് കേട്ടോ. അവിടെ 1,63,000 പരം വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. നാട്ടികയിൽ 1,57,000, പുതുക്കാട് 1,56 ഒക്കെയാണ്. അങ്ങനെയാണ് വരുന്നത്. തൃശ്ശൂരിൽ 1,31, ഏറ്റവും കുറഞ്ഞ പോളിംഗ് ഉള്ള ഒരു സ്ഥലം തൃശ്ശൂരാണ്. അതായത് സുരേഷ് ഗോപി കഴിഞ്ഞ തവണ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിക്കുകയും BJP അല്പം സ്വാധീനം കാണിക്കുകയും ചെയ്ത മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെയാണ് പോളിംഗ് ശരാശരി. എന്തായാലും എന്താണ് ഇത്തവണത്തെ വിധി നിർണ്ണയിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒന്ന് കൃത്യമായും നമുക്ക് വിലയിരുത്താവുന്നത് അവിടെ അതിശക്തമായൊരു ത്രികോണ മത്സരം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് മൂന്ന് മുന്നണികളും ഒരു ക്രോസ് വോട്ടിംഗ് സാധ്യത പോലും ഏറ്റവും അവസാനം കോൺഗ്രസ് പറയുമ്പോൾ പോലും മൂന്ന് മുന്നണികൾക്കും ജയിക്കാൻ ആഗ്രഹമുള്ള പ്രകടനം അവർ നടത്തിയിട്ടുണ്ട്. ഏറ്റവും മികച്ച, സംസ്ഥാനത്ത് തന്നെ അവതരിപ്പിക്കാവുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെയാണ് ഓരോ മുന്നണികളും അവതരിപ്പിച്ചത്. അതിശക്തനാണ് കെ മുരളീധരൻ. VS സുനിൽകുമാർ ആ നാട്ടിൽ നിന്നുള്ള ഏറ്റവും ശക്തനായ നേതാവാണ്, ജനകീയ നേതാവാണ്. തൊട്ടിപ്പുറത്ത് ഈ രാഷ്ട്രീയ പാർട്ടി ഒന്നും അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി വലിയ സ്വാധീനമുള്ള, കേരളത്തിലും എമ്പാടും വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി. അങ്ങനെയാണ് കഴിഞ്ഞ തവണ ശബരിമല പ്രശ്നവും രാഹുൽ ഗാന്ധിയും ഒക്കെ മത്സരിക്കുമ്പോൾ 2,93,000 വോട്ടുകളോളം അവിടെ പിടിച്ചത്. അതായത് തൃശ്ശൂർ പിടിക്കണം എങ്കിൽ ഇപ്പോഴത്തെ കണക്ക് പ്രകാരം 10,70,000 എന്ന് പറയുമ്പോൾ ഒരാൾ പിടിക്കേണ്ട വോട്ടുകൾ ഒരു 3,70,000 വോട്ടുകളെങ്കിലും പിടിച്ചാൽ പാർട്ടിക്ക് ആരെങ്കിലും പിടിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ജയിക്കാനുള്ള സാധ്യതയാണുള്ളത് എന്ന് നമ്മളൊരു സാധാരണ കണക്കിൽ പറയാം. പക്ഷേ ഈ 3,70,000 പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി വളരെ താഴേക്ക് 2,00,000 താഴേക്ക് പോവുകയാണെങ്കിൽ വേറൊരു സ്ഥാനാർത്ഥിക്ക് സ്വാഭാവികമായിട്ട് അതിൽ കൂടുതൽ വോട്ട് കിട്ടുന്ന സാഹചര്യമുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു ത്രികോണ പോരാട്ടത്തിൽ 3 പേരും ഇഞ്ചോടിഞ്ച് മത്സരമാണ് എങ്കിൽ പോളിങ്ങിൽ മത്സര പ്രകടനം, അവരുടെ പ്രചരണത്തിൽ ഇഞ്ചോടിഞ്ചായിരുന്നു. പോളിങ്ങിൽ ജനം ഒരുമിച്ച് അങ്ങനെ ഏതെങ്കിലും ഒരാൾക്ക് അനുകൂലമായി മാത്രം നിന്നില്ല എങ്കിൽ ഒരു 3,70,000 വോട്ട് പിടിക്കുന്ന ആൾ ജയിക്കും എന്ന് തന്നെ പറയേണ്ടി വരും. ആർക്കാണ് സാധ്യത എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഓരോരുത്തർക്കും വ്യക്തിപരമായ അഭിപ്രായങ്ങളുണ്ടാകും. ഒരു പൊതുവെ കണ്ട രാഷ്ട്രീയ കാലാവസ്ഥയും
തൃശ്ശൂരിലുണ്ടായ ട്രെൻഡും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പ്രവചനം നടത്തുന്നത്. പ്രവചനത്തിൽ സ്വാഭാവികമായും തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നമ്മൾ ആരും അല്ലല്ലോ ആരുടെയും മനസ്സളക്കുന്നത്. നമ്മളോട് ഇപ്പോൾ ഒരാൾ പറയുകയാണ് ഞാൻ CPM-നാണ് വോട്ട് കുത്തിയത്, അല്ലെ CPI-ക്കാണ് വോട്ട് കുത്തിയതെന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെയാണെന്ന് നമുക്കറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ മനസ്സെന്ത് എന്നുള്ളത് ജൂൺ 4 മാത്രമേ അറിയാൻ കഴിയുള്ളൂ. പക്ഷേ നമ്മൾ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചാണ് അവിടെ ഒരു വിലയിരുത്തലുകൾ നടത്തുന്നത്. തൃശ്ശൂരിൽ ഏറ്റവും അവസാനമുണ്ടായ വിവാദം അത് പൂരം വിവാദമാണ്. അത് തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയ വിവാദമാണ്. അത് LDF-ഉം BJP-യും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റാണ് എന്ന് കെ മുരളീധരൻ ആരോപിച്ചിരുന്നു. പക്ഷേ കേവലം ഏതെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മാത്രം ആയിട്ട് ഒരു ആക്ഷനും എടുക്കാൻ കഴിയില്ല, അതിൽ സർക്കാരിന് പങ്കുണ്ട് എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപിയുടെ ആരോപണം. ശബരിമല ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യമായി ഈ ചർച്ചയിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരാളുടെ സാധ്യതയെ നമ്മൾ ഇല്ല ആ ഒരൊറ്റ വിഷയം കൊണ്ടാണ്. കാരണം തൃശ്ശൂർ പൂരം എന്നുള്ളത് ജാതിമത ഭേദമന്യേ തൃശ്ശൂർക്കാരുടെ ഒരു വൈകാരിക വിഷയമാണ്. സർക്കാർ സംവിധാനങ്ങൾ ഇത്തരം വിശ്വാസ കാര്യങ്ങളിലേക്ക് ഇടപെടുന്നതിനെതിരെ ഒരു വിഭാഗം ഇതിനെയൊക്കെ വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്ന വിഭാഗം വോട്ട് ചെയ്യും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെ VS സുനിൽകുമാർ എന്ന സ്ഥാനാർത്ഥിക്ക് തൃശ്ശൂർ സീറ്റിലുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ, അതായത് സുനിൽകുമാർ തോൽക്കും എന്ന് തന്നെയാണ് ഒരു ആദ്യ നിഗമനത്തിൽ നമുക്ക് പറയാൻ സാധിക്കുന്നത്. പിന്നെ ഉള്ളത് കെ മുരളീധരനും സുരേഷ് ഗോപിയും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. കെ മുരളീധരന് അനുകൂലമായ ഒരുപാട് ഘടകങ്ങളുണ്ട്. ഇപ്പോൾ ഗുരുവായൂർ, ചാവക്കാട് മേഖലയിലൊക്കെയുള്ള തീരമേഖലയിലെ വോട്ടുകൾ ആണ് കഴിഞ്ഞ തവണ TN പ്രതാപന് വലിയ ഗുണമായി മാറിയത്. അത് ഈ ധീവര സഭയുടെയും ഒക്കെ വോട്ടുകൾ TN പ്രതാപന് കാര്യമായി കിട്ടിയിരുന്നു. പക്ഷേ TN പ്രതാപനെ മാറ്റിയതോടെ ധീവര സഭ അല്പം ഇടഞ്ഞു നിന്നിരുന്നു, കോൺഗ്രസിനെതിരെയൊക്കെ രംഗത്ത് വന്നിരുന്നു. ഇതിനെല്ലാം അപ്പുറത്തേക്കാണ് മറ്റു ചില കണക്കുകൾ. അവിടെയാണ് ഈ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി എപ്പോഴും മണ്ഡലങ്ങളിൽ ഒരു പൊതുവികാരം രൂപപ്പെടാറുണ്ട് എന്നുള്ളതാണ്. അതൊരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്ന തെരഞ്ഞെടുപ്പുകളിലാണ്. അതല്ലെങ്കിൽ തന്നെയും ജനമനസ്സിലൊരു അഡ്വാൻറ്റേജ് ചില സ്ഥാനാർത്ഥികൾക്കുണ്ടാകുമല്ലോ. അവരാണ് സ്വാഭാവികമായിട്ട് ജയിച്ചു വരിക. അല്ലാതെ CPM പറയുന്ന പോലെ ഞങ്ങൾക്കിവിടെ ഇത്ര 40,000 വോട്ടുണ്ട്, മറ്റേ BJP പറയുന്ന ഇവിടെ 30,000 വോട്ടുണ്ട്, കോൺഗ്രസ് പറയുന്നു, ഇങ്ങനെയൊന്നുമല്ല. അപ്പോൾ കോൺഗ്രസ് ഇവിടെ ഒരു കാലത്തും ജയിച്ചിട്ടുള്ളത് അവരുടെ വലിയൊരു വോട്ട് ബാങ്ക് വെച്ചിട്ടല്ല. അവർക്ക് അനുകൂലമായൊരു വലിയ തരംഗം ഉണ്ടാകുമ്പോൾ അങ്ങനെയുള്ള തരംഗങ്ങളാണ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നത് എന്ന് തന്നെ നിസ്സംശയം പറയാം. ഇത്തവണ അതായത് തൃശ്ശൂരിൽ ആര് ജയിക്കും എന്ന ചോദ്യത്തിന് വളരെ കൃത്യമായി നമുക്ക് പറയാൻ കഴിയുന്ന ഒരു ഉത്തരം അത് സുരേഷ് ഗോപി എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് സുരേഷ് ഗോപി എന്നുള്ളത് കൂടി നമ്മൾ പരിശോധിക്കുകയാണ്. സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, സുരേഷ് ഗോപിക്ക് എല്ലാ പോക്കറ്റുകളിലും മനുഷ്യരുമായി വലിയ ബന്ധമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ നമ്മൾ അത് കണ്ടതാണ്. അതായത് ഒന്നുമില്ലാതെ ഓടിയെത്തി അവിടെ വന്ന് സ്ഥാനാർത്ഥിയായി നിന്ന സുരേഷ് ഗോപിക്ക് രാഹുൽ ഗാന്ധി അനുകൂല തരംഗത്തിലും 2,93,000 വോട്ടർമാർ വോട്ട് ചെയ്തു എന്നുള്ളതാണ്. ഇത്തവണ ആ സുരേഷ് ഗോപിയല്ല, കഴിഞ്ഞ 6 വർഷം അവിടെ പ്രവർത്തിച്ച സുരേഷ് ഗോപിയാണ് ഇത്തവണ മത്സരിക്കുന്നത്. മാത്രമല്ല ഏതാണ്ട് 50,000-ൽ പരം വോട്ടുകൾ തങ്ങൾ അവിടെ ചേർത്തിട്ടുണ്ട് എന്നതാണ് BJP-യുടെ ഒരു പുതിയ പാർട്ടി കണക്ക് വരുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെ വളരെ എളുപ്പത്തിൽ, അതായത് ഈ പൂരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തവണ, കാരണം കേന്ദ്രത്തിൽ BJP സർക്കാരാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി ജയിച്ചാൽ കേന്ദ്രമന്ത്രിയാകും. മാത്രമല്ല കോൺഗ്രസിന് അനുകൂലമായി ഇപ്പോൾ രാഹുൽ അനുകൂല വികാര തരംഗമൊന്നും സംസ്ഥാനത്തില്ല. അതുകൊണ്ട് തന്നെ അത്തരം വോട്ടുകൾ BJP-യിലേക്ക്, നല്ലൊരു സ്ഥാനാർത്ഥി, ജയിക്കാവുന്ന സ്ഥാനാർത്ഥി വന്നാൽ BJP-യിലേക്ക് പൊതു വോട്ടുകൾ ക്രോഡീകരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുക. വിശ്വാസികളുടെ വോട്ടുകളും സുരേഷ് ഗോപിയിലേക്ക് പോകും, പ്രത്യേകിച്ച് പൂരം വിഷയം. അപ്പോൾ തൃശ്ശൂർ സഭയൊന്നും കാര്യമായി അങ്ങനെ സഹായിച്ചിട്ടില്ലെങ്കിൽ പോലും സഭയിലെ വിശ്വാസികളായ ആളുകൾ തന്നെ സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്യും എന്ന് തന്നെ കരുതേണ്ടി വരും. മറ്റൊന്ന്, ചാവക്കാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പോകുമ്പോൾ പോലും വഴിയിൽ കാത്തു നിന്ന് സുരേഷ് ഗോപിക്ക് മാലയിടുന്ന മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെപ്പോലും കണ്ടു. കാരണം അവർക്കൊക്കെ സുരേഷ് ഗോപി എന്ന സ്റ്റാറിനപ്പുറത്തേക്ക് മനുഷ്യന് നന്മ ചെയ്യുന്ന ഒരു മനുഷ്യനെ അവർക്കെല്ലാവർക്കും യഥാർത്ഥത്തിൽ
ഇഷ്ടമാണ് എന്നുള്ളതാണ് ഈ ചിത്രങ്ങൾ തെളിയിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു വിഭാഗം ഒരുമിച്ച് അങ്ങ് വോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ വോട്ട് വ്യക്തിപരമല്ലേ, അത് ബൂത്തിനുള്ളിൽ നടക്കുന്നതല്ലേ. അത്തരം അങ്ങനെ സംഘടിതമായി തോൽപ്പിക്കാൻ വേണ്ടിയൊക്കെയുള്ള വോട്ടുകളൊക്കെ പലപ്പോഴും നടക്കുന്നുണ്ട്. പക്ഷെ ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ജനമനസ്സുകളിൽ എപ്പോഴും ഒരു വികാരമുണ്ടാകും. ജനമനസ്സ് കീഴടക്കാൻ തിരുവനന്തപുരത്തെ തൃശ്ശൂരിലെ SGക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. അങ്ങനെ സുരേഷ് ഗോപി തൃശ്ശൂർ ഇത്തവണ എടുക്കും എന്ന് തന്നെ കരുതുകയാണ്. നന്ദി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, കമൻറ്റുകൾ ആയി രേഖപ്പെടുത്തണം. വീഡിയോ ഇഷ്ടം ആയാൽ മറ്റു സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.